നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കാറ്റുമുണ്ട്. നല്ല രസമാണ്. പാടത്തിൻ്റെ സൈഡിലായതുകൊണ്ട് പാടത്തിൻ്റെ ചുറ്റുപാടും ഒരുപാട് ബേഡ്സുകളും ഇൻസെക്ട്സും എല്ലാം ഭയങ്കര രസമാണ് കാണാൻ. നല്ല രീതിയിൽ കാറ്റ് കണ്ടു, കാറ്റ് വീശുന്നുണ്ട്. എല്ലാ അവിടെ 2-3 വാഴകൾ കൂടി നിന്നിട്ടുണ്ട്. അപ്പോഴത്തെ സൈഡിലെല്ലാം മരത്തിൻ്റെ കൊമ്പ് ചില്ലകൾ മാങ്ങകൾ കുറേ നടക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ്. മഴയ്ക്ക് ശേഷം ചെറുതായിട്ടൊന്ന് മഴ നിന്നപ്പോൾ ഒരുപാട് ബേഡ്സുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ചാടി കളിക്കുന്ന ഒരു ഇതാണ്ണാൻ. ഒരുപാട് ബേഡ്സ്, അതുപോലെ തന്നെ ഇൻസെക്ട്സ്, ഒരുപാട് ജീവികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഭയങ്കര രസമാണ്. ബാക്ക്ഗ്രൗണ്ടൊന്നും ഒരുപാട് അവരുടെ ഒരു മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷികളുടെ കോളും അതുപോലെ തന്നെ അണ്ണാൻ ചലയ്ക്കുന്നത്. ഒരുപാട് ബേഡ്സ് ഉണ്ട്. ഗോൾഡൻ ഒറിയോൾ, പിന്നെ റെഡ് വിസ്കേഡ് ബുൾബുൾ, ഗ്രേ വിസ്കേഡ് ബുൾബുൾ, പാരക്കീറ്റ് അതായത് തത്ത, പിന്നെ നമ്മുടെ മയിൽ, വാട്ടർ ഹെൻ, പിന്നെ വാത്ത, കൊക്കുകൾ 11-12 തരം കൊക്കുകളുടെ ദേശാടന കിളികളോട് ഒരുപാട് വരാറുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ കാണുന്ന ബേഡാണ് നമ്മൾ കാണുന്നത്. ഈ അണ്ണാൻ്റെ കൊപ്പം ഏതിനും ഉണ്ടാകുന്ന പാടത്തിൻ്റെ സൈഡിലാണ്. വീടിൻ്റെ ജനലട അവിടെ നിന്ന് എടുത്തായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള രീതിയിലാണ് അവരവിടെ ചാടിക്കളിച്ചിങ്ങനെ ഓരോന്ന് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. പാടത്ത് ഒരുപാട് ബേഡ്സുകളുണ്ട്, പലതരം ബേഡ്സുകൾ. അതിലൊരു വിടാറായിട്ടുള്ളൊരു തുള്ളി വെള്ളം അണ്ണാൻ അവിടുന്ന് കറങ്ങി അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ബേഡ്സ് അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ വലിയ തരത്തിലുള്ള കുറ്റികൾ, സ്പൂൺ ബിൽഡ്, ഹെറോൺ, അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സുകളുണ്ട് ദേശാടന കിളികളായിട്ട്. ആ ബേഡ്സ് വീണ്ടും ആ ഫ്രെയിമിലൊന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ആ പാടത്ത് അതൊന്ന് പറന്നിറങ്ങിയതായിരുന്നു. പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. നല്ല ഭംഗിയാണ്. ഇത് അണ്ണാൻ ആ ഫ്രെയിമിൽ വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് സമയം ആളോടെ വന്നിട്ട് എന്തൊക്കെയോ കൊത്തി തിന്നുന്നുണ്ട്. ഫ്രെയിമിൽ വന്നിട്ട് എന്തൊക്കെയോ പോസ് ചെയ്യുന്നുണ്ട്. എന്നെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. അവിടെ വെള്ളത്തുള്ളികൾ വെട്ടി വീഴുന്നുണ്ട്. ഒരു വെള്ളത്തുള്ളി ഇതാ കാണുന്നു ഇവിടെ വെട്ടി വീഴാറായിട്ട് കാത്തു നിൽക്കുകയാണ്. എപ്പോൾ വേണം എന്നുള്ള ആലോചിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മാങ്ങ വെള്ളത്തുള്ളികൾ ആയിട്ട് നമ്മുടെ വേറൊരു ബേഡ്, ലീഫ് ബേഡ് അല്ല, പിന്നെ ബേഡ്സ് കൊക്കുകൾ പറഞ്ഞു വരുന്നു. നമ്മുടെ ഒരു നീർക്കാക്ക എന്ന് പറയുന്ന ആ ഒരു ഈ തോട്ടിലൂടെ വെള്ളം അവിടെ കാണാം. നീന്തി പോകുന്നുണ്ട് അവൻ. ഒന്ന് തല താഴ്ത്തി അടിയിലേക്ക് പോവും. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് മിക്കവാറും വരാറുള്ളത്. അവരാണ് മാക്സിമം തീറ്റ കഴിഞ്ഞിട്ട് മുകളിൽ വന്നിട്ട് ചിറകൊക്കെ വിടർത്തി ഉണക്കാനിരിക്കും. കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട് അവൻ ഉണക്കാനിരിക്കുന്നത്. വീണ്ടും ഒരുപാട് ബേഡ്സുകൾ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൊക്കുകൾ, പോൺ ഹെറോൺ, അതുപോലെ തന്നെ 11-12 തരം ബേഡ്സുകളോടെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് കൊക്കുകളുടെ വെറൈറ്റികൾ മാത്രമായിട്ട്. പാടത്തിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല ഏരിയകളാണ്. എത്രയോ കിലോമീറ്ററോളം പടർന്നു കിടക്കുന്ന പാടമാണ്. അതിൻ്റെ തോടിലൂടെ മൈന അണ്ണാൻ വീണ്ടും വന്നിട്ടുണ്ട് അതിലൂടെ. ഭയങ്കര രസമാണ്. മഴ ഒന്ന് മാറുമ്പോഴേക്കും എല്ലാ ബേഡ്സും, അതുപോലെ പാരക്കീറ്റ് അവനവിടെ വിരിച്ച് നിൽക്കുന്നു. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ ഇടയിൽപ്പെട്ടുള്ള ഓരോ ബേഡ്സുകൾ എൻ്റെ ഇടയിൽ ഫ്രെയിമിൽ വന്നിട്ടുള്ളതാണ്. കുറേ ഉറുമ്പുകൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. തീറ്റയൊക്കെ എടുത്തിട്ടും തിരിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ 2 മൈൽ ആ സൈഡിലവിടെ. നമ്മുടെ ആ സ്പൂൺ ബിൽഡ് കുറ്റി ഹെറോൺ, സ്പൂൺ ബിൽഡ് എഗ്രെറ്റാണ്. തേനീച്ചക്കൂടുണ്ട് അവിടെ. ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരവിടെ കൂട്. വിഷു കഴിഞ്ഞിട്ടും കാണിക്കുന്ന മാങ്ങകൾ ഒരുപാടുണ്ട്. ആ വീടാണ് കാണുന്നത്. അകലെ ഒരു നല്ല പാറത്തിൻ്റെ അറ്റത്തൊരു വീട് കാണാം. ഇതെവിടെ ലീഫ് ബേഡ്. അങ്ങനെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. പാരക്കീറ്റ്, തത്ത. ആ തത്ത അവിടെ ഇരിക്കുമ്പോൾ ഫ്രെയിമിൽ നിന്ന് പോയ ആൾ അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോയതാണ്. 2 തത്തകളുണ്ട്. അതിൻ്റെ ഇടയിൽ ആ ലീഫ് ബേഡ് വന്നപ്പോൾ അവർ 2 ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എടുക്കുമ്പോഴേക്കും അത് ബ്ലറായിപ്പോയി. ഒരാൾ അവിടെ ഫ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്നില്ല അതെടുക്കാൻ. ഇവർ 2 പേരും മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. നല്ല അകലെയാണ്. സൂം ചെയ്താണ് എടുക്കുന്നത്. ഇത് സാംസങ് S23 FE എന്നുള്ള മൊബൈലാണ്. ഈ പാരക്കാണ് അവർ തരുന്നത്. ലീഫ് ബേഡ് വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തൊരു ഒറിയോൾ ഉണ്ട്, ഗോൾഡൻ ഒറിയോൾ ഉണ്ട്. ഇവിടെ 3 ആളുണ്ട് അവിടെ. അവരവിടുന്ന് മിക്കവാറും പറക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറേ നേരമായി അവിടുന്ന് വന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ചാടിയിരിക്കുന്നവരുണ്ട്. മാക്സിമം കണ്ടോ പറന്നു പോയിട്ടുണ്ട് അപ്പുറത്തേക്ക്. വീണ്ടും ചെടികളുടെ കൂടെയൊക്കെ
പോയിട്ടുണ്ട്. നമ്മുടെ പാടത്തേക്ക് പോകണ വീണ്ടും ഇതാ പാടം കാണുന്ന അവിടെ ബേഡ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വാട്ടർ ഹെൻ ഉണ്ട് അവിടെ അപ്പുറത്ത്, പക്ഷെ അവൻ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പോയി അവൻ. നല്ല രസമായിട്ടുള്ള പാടത്തിൻ്റെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കത്തിയിട്ടുള്ളത്.